ഗജന്തം കിടതിക തക്കം തിമിത്തൈ കൃതകതാം തിമിക്ക തിമിക്കതാം കൃതക തക്കിട്ട തിമിക്ക തിമിക്കതാം കൃതകതാം തിമിക്ക തക്കിട്ട തിമിക്ക തക്കിട്ട കിട്ട തക്കിട്ട കിട്ട തക്കിട്ടൈ കിടതികതാം തിമിക്ക തിമിക്കത കിടതിക തക്കിട്ട തിമിക്ക തിമിക്കത കിടതികതാം തിമിക്ക തക്കിട്ട തിമിക്ക തക്കിട തിക്കിട തക്കിട കിട തകിടൈ കൃതകതി തിത്തൈ ഇത് മൃതത്തൈ ദിത്തൈ ഇത് മൃതൈ തിത്തൈക്യതി മൃതത്തൈ കിടതിക തിത്തൈ തിമൃതത്തൈ തിത്തൈ തിമൃതൈ തിതൈക്യതി മൃതത്തൈ കൃതകതൈ കൃതകതാകൃതി കിടകലിന്തം തിത്തി തിങ്ങണേ ഗജന്തം കിടതിക തിത്തൈ. നാടകാചാര്യൻ പത്മഭൂഷൺ ശ്രീ കാവാലം നാരായണ പണിക്കർക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. കാവാലം എന്ന മഹാപ്രതിഭ ഭാഷയുടെയും കലയുടെയും അമൂല്യ സമ്പത്താണ്. നാടകവേദിയിൽ തൊടികൊട്ടി ഉയരുന്ന തനതു സമ്പത്തിൻ്റെ അപൂർവ താളമാണ് ആ ജീവിതം. യഥാർത്ഥ മലയാള നാടകവേദിയുടെ ഉദയം അദ്ദേഹത്തിൽ ആരംഭിക്കുന്നു. വളരുകയും വളർത്തുകയും ചെയ്യേണ്ടത് കലാസംസ്കാരങ്ങളെ മാനിക്കുന്ന സമൂഹ മനസ്സുകളുടെ ധർമ്മമാണ്. സ്വന്തം ഭാഷയുടെ പാരമ്പര്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ വേദിയാണ് നാടകം. കാവാലത്തിൻ്റെ കയ്യും പിടിച്ചാണ് ലോക നാടകവേദിയിലേക്ക് മലയാള നാടകം താളം ചവിട്ടി കടന്നു ചെന്നത്. കാവാലം നാടകങ്ങൾ മലയാള നാടകവേദിക്ക് നൽകിയ സംഭാവനയാകട്ടെ ചരിത്രത്തിൻ്റെ ഭാഗവും. ബൃഹത്തായ ആ കർമ്മകാണ്ഡത്തിൻ്റെ ആഴവും വ്യാപ്തിയും ആരെയും അതിശയിപ്പിക്കും. ശ്രീ കാവാലം നാരായണ പണിക്കരുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ശ്രീ ഗിരീശൻ്റെയും ശിക്ഷണത്തിൽ അവനവൻ കടമ്പ അവതരിപ്പിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു, അഭിമാനിക്കുന്നു. നാടകത്തിന് മുൻപ് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളിലേക്ക്. കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറത്തിലെ സഹൃദയരായ അംഗങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്ന അവനവൻ കടമ്പ എന്ന ഈ നാടകം 1974 രചിച്ചത്. തുടർന്ന് 1975 പ്രസിദ്ധ സിനിമാ സംവിധായകനായ ജി അരവിന്ദൻ്റെ നേതൃത്വത്തിലാണ് ആദ്യമായി ഈ നാടകത്തിൻ്റെ അരങ്ങേറ്റം നടന്നത്. ആദ്യത്തെ അവതരണത്തിനുള്ള കളിയൊരുക്കം ഏതാണ്ട് 90 ദിവസങ്ങളിലായി നീണ്ടു നിന്നു. ഈ നാടകം വീണ്ടും 1996 2006 അവതരിപ്പിച്ചപ്പോൾ നെടുമുടി വേണു, ജഗന്നാഥൻ, കെ കലാധരൻ തുടങ്ങി ആദ്യാവതരണത്തിലുണ്ടായിരുന്ന പലരും വേഷമിട്ടു. ഇന്നിപ്പോൾ കുവൈറ്റിലെ പ്രവാസികളായ എഞ്ചിനീയർ സുഹൃത്തുക്കളാണ് ഈ സഹൃദയ സദസ്സിനു മുൻപിൽ അവനവൻ കടമ്പ അവതരിപ്പിക്കുന്നത്. നാടകത്തിൽ അടിസ്ഥാന പഠനം നടത്തിയിട്ടില്ലാത്ത, നാടകം തൊഴിലായി സ്വീകരിക്കാത്ത ഈ നാടകത്തിലെ പങ്കാളികൾ അവരുടെ ജോലി തിരക്കിനിടയിൽ കിട്ടിയ അവസരങ്ങളെ പരമാവധി പ്രയോജനപ്പെടുത്തിയാണ് ഈ നാടകം ആവിഷ്കരിച്ചിരിക്കുന്നത്. തങ്ങളാലാവും വിധം ഈ നാടകത്തോട് നീതി ചെയ്യാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെട്ട സ്നേഹിതരെ ഞാൻ സർവാത്മന അഭിനന്ദിക്കുന്നു. ഈ സംരംഭത്തിന് എല്ലാ വിജയങ്ങളും നേരുന്നതോടൊപ്പം ഈ അഭിജാത സദസ്സിന് എൻ്റെ ഹൃദയപൂർവ്വമുള്ള അഭിവാദ്യങ്ങളും ഓണാശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. അവനവൻ കടമ്പയുടെ കഥ മുൻകൂട്ടി പറഞ്ഞു തരണമെന്ന് പല സുഹൃത്തുക്കളും ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇതിൻ്റെ ആഖ്യാന ശൈലി ലളിതമാണെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് ഞങ്ങൾ അതിന് മുതിരുന്നില്ല. അവനവൻ എന്ന കടമ്പയ്ക്ക് മുമ്പിൽ വീണുപോകുന്ന സാധാരണക്കാരായ മനുഷ്യരുടെ കഥയാണ് അവനവൻ കടമ്പയുടേത്. ജീവിത സാഫല്യം എന്ന ഉത്സവത്തിലേക്കുള്ള യാത്രയിൽ മനുഷ്യരെ തട്ടിയിടുന്ന കടമ്പകൾ എന്തെല്ലാമാണ്? അഹംഭാവമാണോ? ആവാം. സ്വാർത്ഥതയാണോ? അതും ആവാം. അതോ അക്രമമാണോ? അതും ആയിക്കൂടുന്നില്ല. അപ്പോൾ കടമ്പ കടക്കാൻ എന്താണ് വഴി? കടമ്പ കടന്ന് ഉത്സവത്തിനെത്താൻ മനുഷ്യർക്ക് കഴിയുമോ? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരമുണ്ടോ? നിങ്ങളുടെ കാത്തിരിപ്പ് ഇവിടെ അവസാനിക്കുന്നു. കാണുക ക്ഷമയോടെ. ഇതാ ഇവിടെ തുടങ്ങുന്നു അവനവൻ കടമ്പ.
ഓഹോ ആട്ടപ്പണ്ടാരങ്ങളെ എന്താ കൂവ ഈ അമാന്തം? ഞങ്ങൾക്കോ അമാന്തം? ആരാ തുടങ്ങേണ്ടത്? അങ്ങനെ ഇല്ല. കാര്യം ഇത്രത്തോളമായ സ്ഥിതിക്ക് ആർക്ക് വേണേലും തുടങ്ങാം. എന്നാ ഇങ്ങനെ ഓങ്ങി നിൽക്കാതെ അങ്ങ് തുടങ്ങി. നിങ്ങൾ ഗണപതി പാടിക്കോളിൻ. ഓ, അതിനു വാങ്ങില്ല. ഞങ്ങൾ വെറും പാട്ടുപരീക്ഷ. നിങ്ങളല്ലേ ആട്ടപ്പണ്ടാരങ്ങള്. നിങ്ങൾ ഗണപതി കളിച്ചാണ്. ഞങ്ങള് വേണ്ട ഗണപതി ചോടിലാണ്. ഗണപതി പ്രാതലിന് ഭഗവാൻ ചോട്ടിയ ചോടാ ഇത്. ഹിത്ത ഹിന്ദ തെയ്യക്കാതിമൃതേ. ഹിത്ത ഹിന്ദ തെയ്യക്കാതിമൃതേ. ഹിത്ത ഹിന്ദ തെയ്യക്കാതിമൃതേ. ഹിത്ത ഹിന്ദ തെയ്യക്കാതിമൃതേ. വിശക്കുന്നേ. വിശന്ന് ചാവാൻ പോണേ. എലനക്കി നായയുടെ കിരിനക്കി നായ. ഞങ്ങളോ വിശന്ന് വലഞ്ഞ്. ഞങ്ങളുടെ നേരെയാ ഈ എരപ്പച്ചോട്. ഏറെപ്പച്ചവടോ? എന്നാ ചോടങ്ങ് മാറ്റി ചവിട്ടിയേക്കാം. ഒന്ന് കൂടിക്കൊണ്ടാട്ടെ. എന്നാ പിടിച്ചോ. തത്തരികിട തകതരികിട തിന്ത തത്തരികിട തകതരികിട തിന്ത തത്തയോ. തത്തരികിട തകതരികിട തിന്ത തത്തരികിട തകതരികിട തിന്ത തത്തരികിട തകതരികിട തിന്ത തത്തരികിട തകതരികിട തിന്തോ. അപ്പോഴേ പാട്ട് പരീക്ഷ ഞങ്ങൾക്കൊന്നും തന്നില്ലേ വേണ്ട. വാലടിക്കാവിലേക്കുള്ള വഴി ഒഴിഞ്ഞാട്ട. വാല അടിക്കാവോ? ആഭാസം, അശ്ലീലം. അയ്യോടാ, അവനവന്റെ നാട്ടുപേരല്ലോ. ഇതിനെന്താ ഇത്ര അശ്ലീഷം? അശ്ലീഷം. ഞങ്ങള് വാലടിക്കാവിൽ പോണതേ ഉത്സവത്തിനു മേളം കൊടുക്കാനാ. അതിനൊപ്പിച്ച് നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വരുന്നേ? ഞങ്ങളോ ഗണപതി പ്രാതലിന് വല്ലോ കിട്ടാൻ. ഇങ്ങു വാ. കണ്ടവന്റെ വായില് മണ്ണടിക്കാനല്ലേ ഗണപതികളെ നിങ്ങൾ അങ്ങോട്ട് വരുന്നേ? അതെങ്ങനാവുക? അതോ കട്ടും മൂട്ടിച്ചും കാലം കഴിക്കും അട്ടപ്പണ്ടാരങ്ങളെ. മര്യാദക്ക് പിച്ചച്ചട്ടി നീട്ടി തെണ്ടാനിറങ്ങല്ലോടാ. ഞങ്ങളെ പറ്റി അശ്ലീഷം പറയണ്ട കേട്ടോ. അശ്ലീഷം. വാലടിക്കാവിൽ ഉത്സവം കൂടാൻ പോണോരാ ഞങ്ങള്. നീയൊക്കെ കൊട്ടിയാ പോരല്ലോ, കേൾക്കാനൂടെ ആള് വേണ്ടേ? നിന്റെ ഒടുക്കത്തെ ഒരു ഉത്സവം.
ഉത്സവത്തിന് പോകുന്നതേ കണ്ടവന്റെ പണ്ടം പൊട്ടിക്കണല്ലടാ വായിച്ചാരി വരെ കൂലി പോണു. ഞങ്ങളേ ആട്ടപ്പണ്ടാരങ്ങളാ. നീയൊക്കെ പാടുമെങ്കിലേ ഞങ്ങൾ ആടും. പാട്ടുകാരേക്കാ മാനം മര്യാദക്കാര് ഞങ്ങൾ ആട്ടക്കാര് തന്നെ. ആണോ? എങ്കി രാമന്മാരെ മറന്നേരടാ പറഞ്ഞതല്ല. അപ്പോഴേ പണ്ടാരങ്ങളെ, നിങ്ങൾക്കിപ്പോ എന്താ വേണ്ടത്? തുറന്നു പറഞ്ഞോളി. വാലടിക്കാവിലേക്കുള്ള വഴി ഒഴിഞ്ഞേട്ടം. നാട്ടിലെ മാനം മര്യാദ രാമന്മാർക്ക് നാട്ടുവഴി തിട്ടമില്ലെന്നോ? ഞങ്ങൾക്ക് തിട്ടമില്ലാഞ്ഞിട്ടല്ല, വഴി ഒന്ന് തെളിഞ്ഞോട്ടെ എന്ന് വെച്ചാ. എന്നാൽ എന്തേലും ആട്ടെ, വഴി തെളിഞ്ഞാട്ടെ അല്ലേ? തെളിഞ്ഞോട്ടെ. അതിലേ നടന്നോളി. പോയി പോയി ചെല്ലുമ്പം അവിടെ ഒരു വേലി കാണും. വേലി കവച്ചു കടക്കാൻ ഒരു കടമ്പ കാണും. അവനവൻ കടമ്പ. സൂക്ഷിച്ചോണം, മുള്ളുവേലിക്ക അവനവൻ കടമ്പ. ആ കടമ്പ കടന്ന് നേരെ കിഴക്കോട്ട് ചെന്നാൽ വാളടിക്കാവായി. ഞങ്ങൾക്കറിയാൻ വയ്യാത്ത നാട്ടിലല്ലേ തട്ടി വിടുന്നത്. അറിയാമെങ്കിൽ പിന്നെ എന്തിനാ ചോദിച്ചേ? അറിയാവുന്നത് ഒന്നുകൂടി അറിയുന്നുണ്ട്, കുറവൊന്നും വരാനില്ലല്ലോ. അതെ, ഏതായാലും അവനവൻ കടന്നിട്ട് തന്നെ. എന്താ 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 അല്ല, ഈ അവനവൻ കടമ്പ ഒന്ന് കടന്നിട്ട് തന്നെന്ന് പറയായിരുന്നു. കടന്നു, കടമ്പ കടന്ന് ഉത്സവം കാണും. അങ്ങനെ ഒരു ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാ കാണാം, ഒന്ന് കൂടിക്കേ. എന്നാ പിടിച്ചോ. ഇപ്പോഴെന്തു പറയുന്നു ആട്ടപ്പണ്ടാരങ്ങളെ? കാൽമടിഞ്ഞു വീണു പോകും അവനവൻ കടമ്പ. ഏതു ഗാമന്റെ ഏപ്പിളക്കി വിടും നമ്മുടെ അവനവൻ കടമ്പ. എത്ര ഊക്കിൽ കാൽ വച്ചാലും തട്ടിയിടുമിടമല്ലോ അവനവൻ കടമ്പ. മുള്ളുമുന നീട്ടി മാന്തിക്കീറാൻ
ഇവിടെ ആരും വീഴും. പക്ഷേ വീണയുടെ വിദ്യയാക്കി ആട്ടപ്പണ്ടാരങ്ങളെ. എങ്കിൽ പാടിത്തരിൻ പാട്ടുപരിശേ. ഇന്നാ പിടിച്ചോ. അവനവൻ കടമ്പയ്ക്കൽ പൊത്തോ പൊത്തോ, അവനവൻ കടമയ്ക്കൽ പൊത്തോ പൊത്തോ, പാലടിക്കാവിലെ കീശയിൽ പണമിട്ട് മുറുക്കിച്ചു വാപ്പിച്ചും കഥകളി തിരുമുല്ല പുറക്കം ആ ഉറക്കം തൂങ്ങിയും ഞാൻ കണ്ടു കഴിക്കും പാവത്തനാരേ. ആ പാവത്തന്മാരെ നിങ്ങളുടെ കീശയിൽ കൈയിടം കൊരിക്കൊരി കാട്ടപ്പണ്ടാരങ്ങൾ അവനവൻ കടമ്പയ്ക്കൽ. ചിന്തത്തുയിലോ. അപ്പോഴേ ആടിക്കുഴയും ആട്ടപ്പണ്ടാരങ്ങളെ ഒന്ന് ചോദിച്ചോട്ടെ. ഈ വാലടിക്കാവിനെ ചുറ്റിയൊഴുകും പമ്പയാറില്ലേ? പമ്പയാറ്റിൽ ഇന്നൊരു തലയില്ലാ ശവം ഒഴുകിപ്പോയതറിഞ്ഞില്ലേ? അതാണോ? അത് ദേ പറയാൻ പോണു. കാത് വട്ടം പിടിച്ചോളി. ഒരിടത്തൊരിടത്ത് വാലടിക്കാവെന്നൊരു കാവുണ്ട്. ഹോ, അവിടെ എന്നാ പുരുഷാരമാണെന്നോ. അതല്ല അറിയേണ്ടത്, ശവത്തിന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? എല്ലാ ശവങ്ങളും, ജീവനുള്ള ശവങ്ങളും. ആരുടെ കാര്യമാ? ആരുടെ? ജീവിച്ചിരിക്കുന്ന ശവങ്ങളെ എല്ലാം ചത്തുപോയ ശവങ്ങളെ. ശവങ്ങൾ എങ്ങോട്ട് വരുവേ? അനാവശ്യം പറഞ്ഞാല്. ചോദിച്ചതിന് ബദല് തരാത്ത നിങ്ങൾക്ക് താളം തരാൻ ഞങ്ങളില്ല. പെണങ്ങല്ലേ പൊന്നു പാട്ടുപരിശേ. എന്നാ ചോദിച്ചതിന് ബദല് താ. എന്ത് ബദല്? ആരുടെ ശവം? ഇവിടെ ശവം. തലയില്ല ശവം. ഏത് ശവം? ആറ്റിലൂടെ ഒഴുകിയ ശവം. ഏത് ആറ്റിലൂടെ ഒഴുകിയ ശവം? പമ്പയാറ്റിലൂടെ ഒഴുകിയ ശവം. ശ്ശെ, പതുക്കെ. പതുക്കെ. അത് പറയണോ? എന്നാ ശവത്താളം വന്നാട്ടെ. ശവത്താളോ? ശവത്താളം. ശവത്താളം പിടിച്ചോ. അല്ല, എന്താ ചോദിച്ചത്? ശവത്തിന്റെ ശവത്തിന്റെ കാര്യം. വാ, ഇരി, 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 ഇരി. പാവം. പണ്ട് അങ്ങോർക്കൊരു തലയുണ്ടായിരുന്നു നാട്ടുകാരെല്ലാം പറയുന്നത്. അത് വല്ലാത്ത തലയായിരുന്നു. കൊട്ടി നോക്കിയാൽ ക്ലിങ് എന്ന് മണിയടിക്കുന്ന ഒരു തല. അതിൽ മുഴുവൻ ചോറായിരുന്നു. തലച്ചോറ് അതങ്ങ് തെറിച്ചു പോയത്രേ. ഒറ്റ വെട്ട, തുണ്ടം രണ്ട്. ഉടല് വേറെ, തല വേറെ. തലയാരും കണ്ടിട്ടില്ല. എങ്കിലും അതിന്റെ ഒരു സ്വരൂപം ഏതാണ്ട് ഇങ്ങനെയായിരുന്നു. വർണ്ണിക്കട്ടെ? വർണ്ണിക്കട്ടെ? വർണ്ണിച്ചാട്ടെ. പേടിക്കുമോ? കണ്ണ് രണ്ടും തുറിതുറിച്ച്
നാക്കാണേൽ വെളിക്കുന്തി. എവിടെ കിടക്കുന്നു തല? ആർക്കറിയാം? തല ഉടലെല്ലാം പോട്ടെ, ഇത് ആരുടെ കാര്യമായി പറയുന്നത്? ഏത് ശവം? ആരുടെ ശവം? എവിടുത്തെ ശവം? എന്നത്തെ ശവം? അയ്യോ, അത് ഞാൻ പറഞ്ഞില്ലേ. എന്നാ പറയാം, ഒന്ന് കൂടിക്കൊണ്ടാട്ടെ. കട്ടിക്കാരപ്പയൻ വട്ടിപ്പണക്കാരൻ നാട്ടിലെ മൂർഖന്റെ പച്ചശവം. വാലടിക്കാവിലെ ആറ്റിൽ കിടന്നങ്ങ് താലോലമാടുന്ന പച്ചശവം. അയ്യോ, കഷ്ടമായി പോയി. ആ വട്ടിപ്പണക്കാരനോട് ഇത്രയും കടുപ്പം കാണണ്ടായിരുന്നു. ഓ, എന്നാ കടുപ്പവാ. വട്ടിപ്പണക്കാരനല്ലേ, തട്ടിപ്പോട്ടെ. എന്നാലും ജീവൻ തട്ടിക്കളയാൻ ആർക്കും അവകാശമൊന്നുമില്ല. ആകെ കുഴപ്പമായെന്നാ തോന്നുന്നത്. ആരാണ് ഈ കൊല ചെയ്ത പാവി? പതുക്കെ പതുക്കെ. ഇരട്ടക്കണ്ണൻ പക്കി നാട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. അത് ഞാൻ നാട്ടിലുള്ളതിന്റെ തെളിവാ ആറ്റിലൂടെ ശവമൊഴുകിയത്. അടുക്കു പറയുന്നോർ കഞ്ഞാഴി, മുട്ടൻ വെട്ടുന്നോർക്ക് മുന്നാഴി മളക്കുന്ന മുതുമനസ്സുള്ള കുറെ അലവലാദികളുണ്ട്. കണ്ണിച്ചോരയില്ലാത്ത വർഗം. അവനൊക്കെ വട്ടിപ്പണക്കാരനെ തട്ടിക്കളഞ്ഞതില് വലിയ വായിലേ നിലവിളിക്ക. നമുക്ക് നമ്മുടെ പാടം ശവത്താളം നന്നട്ടെ, വട്ടിപ്പണക്കാരന്റെ ശവനൃത്തമാടി കാണിക്കാം. എന്നാ പിടിച്ചോ. താളം വേണ്ട. ജീവിച്ചിരിക്കുന്നവർക്കുള്ള താളം. അയ്യോ, അങ്ങനെ ഒരു കൂട്ടം ഇല്ല. ഇല്ല, ഉണ്ട്. ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് ശവത്താളം വേണ്ട. എന്നാ താളം മാറ്റി കൊടുക്കാം. തക തിമി തക തിമി തക
മനുഷ്യ ചോരയാണിതിൽ. ജീവനുള്ളവന്റെ ചെഞ്ചോര. അത് മാച്ച് കളയരുത്. ജീവന്റെ അവകാശമാണ് ചോര. ഇതുയർത്തിപ്പിടിച്ചു നിന്നോണം. നീ പേടിക്കണ്ട. ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഈ ഇരട്ടക്കണ്ണൻ പക്കി. ആര് വന്നാലും കുറ്റം ഞാനേറ്റോളാം. അയ്യോ, ആരെങ്കിലും വരുമോ? പേടിക്കേണ്ട ചങ്ങാതി, നമുക്ക് തൽക്കാലം ഇതൊന്ന് ആഘോഷിച്ച് കളയാം. ഏത് ഇതേ ഏത് ഇത് ഏത് എന്നെങ്കിലും ഒന്ന് ആഘോഷിക്കാതിരിക്കാൻ പറ്റിയല്ല. ആരെങ്കിലും ഒന്ന് കൊങ്ങായിക്ക് പിടിക്കുമോ? ഈ ഇരട്ടക്കണ്ണൻ ഇവിടെ നിൽക്കുമ്പോ ആരും ചിമക്കത്തിലിടാം. അത് അങ്ങനെ അങ്ങ് തീരുമാനിക്കാമോ? ആര് വന്നില്ലേലും ചത്തവൻ വന്നെന്നിരിക്കും. വന്ന വൈരാഗ്യം വീടാതെ പലിശ വാങ്ങാതെ പോകുന്ന ജാതിയുമല്ല. കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെ പിടിക്കുന്ന നിയമമാ ചത്തവനുടേത്. ചത്തവൻ വരുമോ? ചത്തവൻ വന്നാൽ നമുക്കെല്ലാം വേണ്ടി ബലി കൊടുക്കാൻ ദേണ്ട ഇവനുണ്ടല്ലോ, നമ്മുടെ പുന്നാര പിന്നിര പാട്ടുകാരൻ. ഇവനെ കുളിപ്പിച്ച് കുറിയും തൊടിയിച്ച് വിലയുള്ള വസ്ത്രങ്ങളും അണിയിച്ച് ബലിക്കലിലോട്ടിരുത്തി കൊടുക്കാം. ചത്തവൻ കഴുകന്റെ വേഷത്തിൽ പറന്ന് പറന്ന് വട്ടമിട്ടിവനെ പിടിക്കോ? അല്ല, നമ്മൾ പറഞ്ഞോണ്ട് നിന്നേനിടയ്ക്ക് ചത്തവന്റെ ആത്മാവ് ഇവനെ പിടികൂടിയല്ലോ. ഇവൻ ചത്തവൻ തന്നെ. ഇവനിപ്പോ വട്ടിപ്പണക്കാരൻ. വട്ടിപ്പണക്കാരന്റെ തെയ്യക്കോലം. താളം ഒരു പാട്ട് വരിശേ. എന്നാ പിടിച്ചോ. തൂവിത്തിന്തൂവിത്തിത്തേ ആന്റെ കലി വന്നേ. തൂവിത്തിന്തൂവിത്തിത്തേ ആന്റെ കലി വന്നേ. അങ്ങനെ അവനവൻ കടമ്പയ്ക്കൽ അവനവൻ കടമ്പ. അതെവിടെ? അയ്യോ, അത് മാത്രം ചോദിക്കരുതേ പൊന്നിരട്ടക്കണ്ണ. അയ്യോ അയ്യോ അയ്യോ, നമ്മൾ എവിടുന്നാ തിരിച്ച്? അവനവൻ കടമ്പ വരെയല്ലേ വന്നുള്ളൂ. എന്റെ പണമടി ശീല കാണുന്നില്ല. ഞാനിനി എന്തു ചെയ്യും? എന്റെ വാലിക്കാവിലൊന്ന് ഈ ബഹളത്തിൽ ഏതോ
അവതാളം അടിച്ച് തന്തയ്ക്ക് പറപ്പിക്കും. ആ ഇത് കേട്ട് അടങ്ങി നിൽക്കാൻ പറ്റുകയില്ല. ഞങ്ങളുടെ താളം രക്ഷിക്കാനെങ്കിലും ഞാൻ മരിക്കാണ്ടിരിക്കും. ഇങ്ങ് വന്ന് അടേ ആ പണമടി ശീല ആരാ എടുത്തതെന്ന് വെച്ചാല് അങ്ങ് കൊടുത്തേരെ. തനിക്കൊക്കെ താളം തന്നതിന് ഇതാണോ കൂലി? ഉത്സവമേളം കൂടാനും പറ്റിയില്ല, പോക്കണം കേട്ട കീശ പിടിങ്ങ. കണ്ണാ, ഇരട്ടക്കണ്ണാ, എന്റെ പൊന്നെ ഇരട്ടക്കണ്ണം ബാക്കി. താൻ ന്യായം അറിയാവുന്ന കുടുംബത്തിൽ പിറന്ന കൊലയാളിയല്ലേടോ, ഒന്ന് പറ. പണ്ടാരങ്ങള് ഇവിടെ വരും. എന്നെ നിങ്ങൾ അറിയുമോ? അറിയാമേ. ആരാ? തസ്കര വീരമണികണ്ഠൻ ഏട്ടക്കണ്ണൻ പതി. നിങ്ങൾ എന്തിനിങ്ങനെ പാവപ്പെട്ടവന്റെ വയറ്റത്തടിക്കുന്നു? എടാ, മോട്ടിച്ചാലും കുടുംബം മറക്കരുത്. ആരാ പട്ടുകാരന്റെ പണമടിശീല കട്ടത്? ആരാ കട്ടത്? മടിക്കണ്ട, തുറന്ന് സമ്മതിക്കുന്നതാണ് യോഗ്യത. ഞാനാണ് ബാക്കി, ഞാനാണ്. കൂട്ടത്തിൽ നിന്നും നല്ല തക്കം കിട്ടിയപ്പോ നാക്കത്ത് വെള്ളമൂറി. തൊഴില് ചെയ്യാൻ ഒരു പരുവം വന്നല്ലേ ഒരു കൈ നോക്കി പോയതാ. ക്ഷമിക്കണേ പൊന്നോളെ. നീ സത്യം പറഞ്ഞല്ലോ. ആ മടിശീല ഉടയക്കാരന്റെ കാലി വെച്ച് ക്ഷമ ചോദിച്ചു. വെച്ചപ്പഴേ വെച്ചേ കൊച്ചപ്പന്റെ സേവ എന്ന് വെച്ചാൽ കുടുംബം മറന്നുള്ള ഈ പണിക്കിന് ഇല്ല. വേണ്ട പണി എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ പിച്ചച്ചട്ടി ഉപേക്ഷിക്കട്ടെ, എന്നിട്ടോ പൂങ്കത്തി എടുത്താലോ? പൂങ്കത്തി പോലെ തന്നെ പിച്ചച്ചട്ടി മാന്യതയ്ക്ക് പകരമാകാം. ഓഹോ, ഈ നല്ല നാട്ടിലാട്ട പണ്ടാര ചട്ടിയെല്ലാം മാന്യതയ്ക്ക് പകരമല്ലോ പിച്ചച്ചട്ടി. ഹാ, ഈ നല്ല നാട്ടിലാട്ട പണ്ടാര ചട്ടിയെല്ലാം മാന്യതയ്ക്ക് പകരമല്ലോ പിച്ചച്ചട്ടി. കത്തിയായ കത്തിയെല്ലാം മനുഷ്യനെ കണ്ടിക്കാൻ മാന്യതയ്ക്ക് പകരമല്ലോ പൂങ്കത്തി. ഹാ, കത്തിയായ കത്തിയെല്ലാം മനുഷ്യനെ കണ്ടിക്കാൻ മാന്യതയ്ക്ക് പകരമല്ലോ പൂങ്കത്തി. ഇടോ പിന്നില് പൂങ്കത്തിയും പിടിച്ച് മാന്യനായി ഒക്കത്തി കരുതിക്ക്. പിച്ചച്ചട്ടികളെ, നിങ്ങൾ ഇരട്ടക്കണ്ണൻ പക്കിയുടെ പിന്നിൽ അണിനിരക്കുവിൻ. ഞങ്ങൾ കൊതി തീർത്ത് ഞങ്ങളുടെ ജാതി തസ്കര ജാതി, ഞങ്ങളുടെ ജാതി തസ്കര ജാതി, തസ്കര ജാതി ധാർമ്മിക ജാതി, തസ്കര ജാതി ധാർമ്മിക ജാതി, ഞങ്ങളുടെ ജാതി ധാർമ്മിക ജാതി ഞങ്ങളുടെ ജാതി. ഇരട്ടക്കണ്ണൻ ഞങ്ങളുടെ നേതാ, ഇരട്ടക്കണ്ണൻ ഞങ്ങളുടെ നേതാ, ഇരട്ടക്കണ്ണൻ ഞങ്ങളുടെ നേതാ. അത്ഭുതം, പരമാത്ഭുതം. ഇരട്ടക്കണ്ണൻ. ഇയാൾക്ക് 2 കണ്ണുകളുണ്ടെന്നോ? ഇപ്പോഴാ കണ്ടത്. ഇതിൽ പരം എന്തുണ്ടൊരത്ഭുതം? എവിടെ
എവിടെ പക്കിയുടെ രണ്ട് കണ്ണുകൾ? അതാണോ? ഇതാണ് പക്കിയുടെ ഒന്നാമത്തെ കണ്ണ്. ഇതുതാൻ പക്കിയുടെ രണ്ടാം തൃക്കണ്ണ്. അപ്പൊ ഈ ആദ്യത്തെ കണ്ണ് ഏതെന്ന് എങ്ങനെ അറിയും? അതെ, ഈ വന്ന ഈ ആദ്യത്തെ കണ്ണേതെന്ന് എങ്ങനെ അറിയും? അതറിയാനൊരു പണിയുണ്ട്. രണ്ടാമത്തേതല്ലാത്തതാണ് ഒന്നാമത്തെ. ഈ ആട്ടക്കാരൻ്റെ ഒരു മൂള ഇത്രയും കാലം ജീവിച്ചിട്ട് ഇത് കണ്ടുപിടിച്ചാ എന്താ ഇത്ര വൈകി? ഇനിയും നിങ്ങൾ എന്തെല്ലാം സത്യങ്ങൾ അറിയാനിരിക്കുന്നു. തൽക്കാലം എല്ലാവർക്കും പിരിയാം. പാട്ടുപരീക്ഷ ഇവിടെ വരണം. ഇയാൾ മാത്രം നിൽക്കട്ടെ, മറ്റുള്ളവർക്കെല്ലാം പോകാം. പരീക്ഷ ഇങ്ങ് അടുത്ത് വരണം. എടോ പരീക്ഷ, ഒരു പരമ രഹസ്യം പറയാനുണ്ട്. കൂട്ടത്തിൽ ആരും അറിയണ്ട. തന്നെ വിശ്വസിക്കാമോ? അയ്യോ, അതെന്താ അങ്ങനെ പറഞ്ഞത്? എങ്കിൽ കേട്ടോളൂ. വട്ടിപ്പണക്കാരൻ നാട്ടിലെ മൂർഖനെ തട്ടിയ പക്കി പറയുന്നത് എന്തെന്നാൽ, ദേശത്തുടയോന്റെ മോനുണ്ടൊരഴകൊഴമ്പൻ, വട്ടിവേലവനെന്നവന് പേര്. അയ്യോ, ഞാനറിയും. ദേശത്തുടയോനെ പോലെ തന്നെ നല്ലവൻ, ധർമ്മിഷ്ഠൻ. അങ്ങനെയുള്ളവനായ നല്ലവന് ആ ധർമ്മിഷ്ഠനെ തട്ടണം. അയ്യോ, തട്ടണോ? തട്ടണം. പാവം പയ്യൻ, അവനെ എന്തിനാ തട്ടുന്നത്? തന്നെയുമല്ല, നമുക്ക് പാട്ടേ വശമുള്ളൂ. ഇനി പാടിയാ ചാകുമെങ്കിൽ കൊല്ലുന്ന കാര്യം ഞാൻ ഏറ്റു. ആട്ടെ, അവനെ എന്തിനാ തട്ടുന്നത്? അവൻ എന്റെ പുന്നാര മോളെ വലവീശി. അതോ, പക്കിയുടെ പുന്നാര മോളുണ്ട്, ചിത്തിര പെണ്ണെന്നവൾക്ക് പേര്. അവളെ കെട്ടാൻ ഒരുങ്ങി പാട്ടും പാടി ഒത്തിരി നടന്നവനാണേ ഈ ഞാനും. അത്ര കഴിവ എടാ പരീക്ഷ ഉറത്തി കയറി കൊത്തുന്നോടാ. അതിന് വെച്ച വെള്ളമങ്ങ് വാങ്ങിയ വേണ്ടേ വാങ്ങിയിരിക്കുന്നു. സത്യം പറയുന്നത് ബാക്കിക്ക് ഇഷ്ടമല്ലെങ്കിൽ കള്ളം പറഞ്ഞേക്കാം. ചിതിര പെണ്ണിനെ കണ്ണെടുത്ത് കണ്ടാൽ തിത്തൈ തകതൈ എന്നൻ പാട്ട് പിഴയ്ക്കും. അതെ, വടിവേലവനെ ഞാൻ കൊന്നുതരാം. പക്ഷേ 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 പക്ഷെ അതിന് ബാക്കി തന്നെ പോലെ. എനിക്കും മാത്രമില്ലടാ അവൻ. അവന്റെ തന്ത ദേശത്തുടയോനെ ഞാൻ നോട്ടമിട്ട് വെച്ചിരിക്കുക. ഏതായാലും എന്റെ പക്കിയുടെ പുന്നാര മോള വലച്ച ആ പയ്യനില്ലേ,
അവന്റെ കാര്യം ദേ ഇങ്ങോട്ട് വിട്ടേക്ക്. അതിനു മുമ്പ് നീ അല്പം ശിഷ്യപ്പെടണം. ഓ വാ, കൂടെ വാ. തക ധിമി തക ധിമി തക താ തെയ്യത്തൈ താം താ തൈ തക ധിമി തക ധിമി തക താ തെയ്യത്തൈ താം തക തൈ ധിമി തക ധിമി തക താ തെയ്യത്തൈ താം. തന്താനമ്മടി പാട്ടും പാടി വന്നേ നീ വഴിയേ. തന്താനമ്മടി തന്താനമ്മടി തന്താന കുയിലേ, തന്താനമ്മടി പാട്ടും പാടി വന്നേ നീ വഴിയേ. പണ്ടേ നിന്നെ ഞാൻ കുഞ്ഞും നാളിലെ കണ്ടേ പൈകിളിയേ, കണ്ടേ കുടുങ്ങും നിന്റെ പൂവും ചേരുമില്ല. തന്താനമ്മടി തന്താനമ്മടി തന്താന കുയിലേ, തന്താനമ്മടി പാട്ടും പാടി വന്നേ നീ വഴിയേ. ദിനദി ദിനദിമിന ദിനദി ദിനദിമിന 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 ദിനദിമി താതരികടോ. പക്കിമകൾ ചിത്തിര പെണ്ണേ, 10 എത്തിയ പെണ്ണേ. പക്കിമകൾ ചിത്തിര പെണ്ണേ, 10 എത്തിയ പെണ്ണേ. പാവണ്ണേ 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 കാത്തി തെളിഞ്ഞിടും നാടടി പെണ്ണേ. പാടാതെ മുണ്ടിയും ഒരു അമ്പത്തി പെണ്ണേ. ദിനദി ദിനദിമിന ദിനദി ദിനദിമിന 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 ദിനദിമി താതരികടോ. എവിടെ ചെന്നു നീ ആട്ടം പഠിച്ചു, എന്റെ ഈ പാട്ടിനു പറ്റിയൊരാട്ടം പഠിച്ചു. എവിടെ ചെന്നു നീ ആട്ടം പഠിച്ചു, എന്റെ ഈ പാട്ടിനു പറ്റിയൊരാട്ടം പഠിച്ചു. ദിനദി ദിനദിമിന ദിനദി ദിനദിമിന 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 ദിനദിമി താതരികടോ. ചിത്തിര പെണ്ണേ, ഞെട്ടാനെന്തേ? ആരുടെ ചോര ഇതാരുടെ ചോര, ആരുടേതെന്നറിയാത്ത മട്ടിൽ ഉണങ്ങിക്കറയായ ചോര. അത് നിന്റെ ചോരയല്ല പെണ്ണേ. പമ്പയാറ്റിൽ മരിച്ചൊഴുകിയ മാന്യൻ വട്ടിപ്പണക്കാരന് ചോരയുണ്ടെന്ന് തെളിയിച്ച കത്തിയാണിത്. അതിൽ നിന്റെ ചോര എങ്ങനെ കാണാനാണ്? എല്ലാ ചോരയും എന്റെ ചോരയാ പാട്ടുകാരാ. പാവം വട്ടിപ്പണക്കാരന്റെ ചോരയോട് ആർക്കാണ് ഇത്ര കൊതി? ചത്തത് കീചകനെങ്കിൽ കൊന്നതാരാണെന്ന് നിന്റെ തന്തയോട് പോയി ചോദ്യരേ. അപ്പോൾ കൊന്നതാരാണെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കട്ടെ. ഞാനിനി എന്തു ചെയ്യും? ഞാനിനി എന്തു ചെയ്യും? വട്ടിപ്പണക്കാരൻ തൊലഞ്ഞത് നാടിന് നല്ലതല്ലേ? നീ അതിന് തളരുന്നത് എന്തിനു പെണ്ണേ? കൊലയാളിയുടെ വീട്ടിൽ എന്റെ പൊന്നുമോൻ കയറുമോ ഈശ്വര? ആരാ നിന്റെ പൊന്നുമോൻ? എന്റെ കൺമണി. ആരാ നിന്റെ കൺമണി? എന്റെ വടിവേലവൻ. ആരാ നിന്റെ വടിവേലവൻ? പാട്ടുപരിശേ, തനിക്ക് കൈ നോക്കാൻ അറിയാമോ? പിന്നെ ഹായ്, എന്തു മിനുസമായ കയ്യ്. വിട്, ഇങ്ങനെ നോക്കാനല്ല, കൈ നോക്കി ഫലം പറയണം.
അതിനെ കാക്കാത്തിയെ വിളിക്കാം. അയ്യോ, അതിന് കാക്കാത്തി അടക്കാത്തി ഒന്നും വേണ്ട, ഞാൻ മതി. ചിത്തിരപ്പെണ്ണേ, ചിത്തിരപ്പെണ്ണേ, മുറ്റത്തെ തുമ്പയിൽ ഇത്തിരി പൂവ് മുളച്ച പോലെ. ചിത്തിരപ്പെണ്ണേ, മുറ്റത്തെ തുമ്പയിൽ ഇത്തിരി പൂവ് മുളച്ച പോലെ. ആരാണു പെണ്ണേ നിന്റെ മനസ്സിലെ താരമ്പൻ പൂരമ്പൻ അയ്യമ്പൻ? ഞാനാണോ നിന്റെ അയ്യമ്പൻ? ഛീ, അപമാനിക്കുന്നു. പക്കി മകളാണ് ഞാൻ. ദേശത്തുടയവന്റെ മോനാണ് എന്റെ മനസ്സിൽ വന്ന് കൂടുകെട്ടിയത്. അറിയാമോ? അവൻ മണവാളനായി വരാനോ? വന്നേനെ. ഈ ചോരപുരണ്ട പൂങ്കത്തി ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം അവൻ വരുമോ? കിനാവിൽ നീ കാത്തിരിക്കും വടിവേലവന്റെ കഴുത്ത് കണ്ടിച്ചിടുമാരെങ്കിലും. എന്റെ പൊന്നുമോന്റെ കഴുത്ത് കണ്ടിക്കുമെന്നോ? എങ്കിൽ ഈ ചിത്തിര പെണ്ണിന് ജീവനിലേതും കൊതിയില്ല. നട്ടുച്ച കൊല ചെയ്യും തന്തേടെ മോളെ, നിന്നെ കെട്ടാൻ വരുമോടി ഈ വടിവേലവൻ? വരും വരും, എനിക്കെന്റെ വടിവേലവന് വിശ്വാസമാണ്. ഓഹോ, കൈരേഖ തെറ്റായി വരുമോ? കൊല ഇനിയും നടക്കും, രക്തമിനിയും ഈ പൂങ്കത്തിയിൽ പുരളും. ദയവായിട്ട് അവനെ അങ്ങ് മറന്നേക്ക്. അവൻ നിന്നെ കെട്ടാൻ വരുമെന്ന് നീ നിനക്കണ്ട. പിന്നെ ഞാനോ മറ്റോ വന്നെങ്കിലായി. മാറി നില്ലടാ മൂർഖ. ചിത്തിരക്കത്രയ്ക്കു ജീവനിൽ കൊതിയില്ല. കത്തിയാൽ എന്നെ ഞാൻ കണ്ടിച്ചിടും. അരുതരുത് കടുപ്പം കാട്ടലാ പെൺകുരുന്നേ. ആട്ടെ, നിന്റെ വടിവേലവനെ വരുത്തി കാണിച്ചാൽ മരിക്കാതിരിക്കാമോ? വെറുതെ കാണിക്കാനേ പറ്റൂ, കേറി തൊടാനൊന്നും നോക്കണ്ട. നീ അവനെ തൊട്ടാൽ എന്റെ ചങ്ക് വാടിക്കൊടി. തൊടരുത്. സമ്മതിച്ചോ? സമ്മതിച്ചു. മഷിയിട്ട് വരുത്താം അഴകുള്ള നിന്റെ വടിവേലവനെ. തന്ന കൊച്ചിനെ ഓതി തന്ന മന്ത്ര ഒന്ന് നോക്കിക്കളയാം. കൈത്തിരി കോൽത്തിരി ആൾത്തിരി, കൈത്തിരി കോൽത്തിരി ആൾത്തിരി, ഒരു തിരി ഇരുതിരി മുത്തിരി, ഒരു തിരി ഇരുതിരി മുത്തിരി, ഐന്തിരി എഴുതിരി എഴുന്തിരി, ഐത്തിരി എഴുതിരി എഴുന്തിരി. ഉണർന്നിരി ചിത്തിരപ്പെണ്ണേ. നിലാവിന്റെ കിളുന്ത്, വെയിലിന്റെ എലുമ്പ്, ഇരുട്ടിന്റെ വേര്, കതകിന്റെ കിരുകിരം, ചിത്തിരപ്പെണ്ണിന്റെ കിന്നാരം, ചൗവരിച്ചാന്ത്, നന്മണിച്ചാന്ത്, കൺമഷിച്ചാന്ത്, വറവറത്ത് കരികരിച്ചു നീർതെളിച്ച് അരയരച്ച ചാന്തിൽ തെളിയട തെളിയട വടിവേലവനെ, തെളിയട തെളിയട വടിവേലവനെ, തെളിഞ്ഞി വഴിയേ വാ, വായേ വാ, വായേ
പെണ്ണാളിവൾ, ചിത്തിരപ്പെണ്ണ്. മഷിയിട്ട മന്ത്രവാദിയെ മറന്നുള്ള കളി വേണ്ടടാ ദേശത്തുടയോന്റെ മോനെ. ഞാൻ ആരുടെയും മന്ത്രവാദ മഷി കണ്ട് ഭയപ്പെടുന്നവളല്ല. എന്റെ വടിവേലവനെയും കൊണ്ട് ഞാൻ പോകൂ. നിന്നെ അരിഞ്ഞിട്ട പൊങ്കത്തി കൊണ്ടു ഞാൻ എന്നെയും അരിഞ്ഞു. അരുത് കന്നിപ്പെണ്ണെ, ഞാനുള്ളപ്പോൾ നീ അരിഞ്ഞു വീഴാനോ? ഞാനില്ലേ നിന്നെ കാപ്പാൻ? പാട്ടുപരീക്ഷയാണ് ഞാൻ. മകളാണ് ഞാൻ. ഞാൻ നിനച്ചാൽ നിന്റെ വടിവേലവന് ഉയിര് കൊടുക്കാൻ പെണ്ണേ. എന്റെ പൊന്നു പാട്ടുപരിശയല്ലേ, എന്റെ വടിവേലവൻ ഉയിര് കൊടുക്കും. അതെ, എനിക്ക് എന്ത് തരും? എന്തും തരാം. തീർച്ച? തീർച്ച. ശരി. തുമ്പ തുളസി കന്നിവെറ്റില, തുമ്പ തുളസി കന്നിവെറ്റില, ഇമ്പമോടെ പറിച്ചെടുക്കുക. തുമ്പ തുളസി കന്നിവെറ്റില, ഇമ്പമോടെ പറിച്ചെടുക്കുക. കല്ലേൽ വെക്കുക, കല്ലേൽ വെക്കുക, കുത്തിച്ചതയ്ക്കുക. കല്ലേൽ വെക്കുക, കുത്തിച്ചതയ്ക്കുക. കുമ്പിളു കൂട്ടുക, കല്ലേൽ വെക്കുക, കുത്തിച്ചതയ്ക്കുക. കുമ്പിള് കൊട്ടുക, കത്തു വയ്ക്കുക. കല്ലേൽ വെക്കുക,
വെക്കുക കുത്തിച്ചതയ്ക്കുക കുമ്പിള് കൊട്ടുക മുഖത്ത് വയ്ക്കുക നസ്യം ചെയ്യുക കല്ലേൽ വെക്കുക കുത്തിച്ചതയ്ക്കുക കുമ്പിള് കൊട്ടുക മുഖത്ത് വയ്ക്കുക നസ്യം ചെയ്യുക ആ ദിന്ത ദിത്ത നിമൃത തേ ചതിച്ചോ? ഇല്ല ചിത്തിരേ, ഞാൻ നിന്നെ ചതിക്കുമോ? പക്ഷേ നീ എനിക്ക് തന്ന വാക്കു മറക്കുമോ? ഓ ഇല്ല എന്റെ പാട്ടുപരിശേ. വാക്കു മറക്കുന്നോ ചിത്തിരേ? ഞാൻ മഷിയിട്ട് വരുത്തിയ വടിവേലവനെ വാ ഇവിടെ. ചന്ദ്രനേന്നു കിനാക്കണ്ടിറങ്ങി ഒഴുകി മതിമയങ്ങി നടക്കുമ്പോൾ നിലാംവട്ടത്തൊരു ചോരപ്പുങ്കത്തി. പാട്ട് പരീക്ഷേ, എന്നെ എന്തിനു മഷിയിട്ട് അടിയന്തിരമായി വിളിച്ചു വരുത്തി? മനമറിയാൻ. എന്തു മനമറിയാൻ? ഈ നിൽക്കുന്ന ചിത്തിര പെണ്ണിനെ അറിയുമോ? അറിയും. അവള് നിനക്ക് ഇഷ്ടമാണോ? അല്ല, കൊലയാളി മകളെ എനിക്കിഷ്ടമല്ലേ അല്ല. എന്റെ പൊന്നു വടിവേലവനെ, ഈ പാട്ടുപരീക്ഷയുടെ ഭാഷയിൽ നിന്റെ മനസ്സ് കലങ്ങിപ്പോയോ? ഞാനിനി എന്തു ചെയ്യും? വടിവേലവനെ, ഞാൻ മഷിയിട്ട് വരുത്തിയതാണ് നിന്നെ. ഞാൻ കൊന്നു വീഴ്ത്തിയതാണ് നിന്നെ. നിനക്കുയിര് തന്നതും ഞാൻ തന്നെ. തന്ന ഉയിര് ഞാനിതാ തിരിച്ചെടുക്കുന്നു.
ആപത്തു ചുറ്റും പതിയിരിക്കുന്ന പോലെ തോന്നുന്നു. കൊന്നവനെ കണ്ടില്ലേ കണ്ടവനെ പിടികൂടിയാലോ? ദേശത്തുടയാൻ ഇവിടെ അവതരിക്കുമെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ എന്റെ മനസ്സും പറയുന്നു. ദേശത്തുടയാൻ അവതരിക്കുമെന്നോ? എന്താ അതിന്റെ പൊരുള്? ആവശ്യം വരുമ്പോൾ അവതാരമുണ്ടാകുന്നു എന്നാണ് അതിന്റെ പൊരുള്. ദേശത്തുടയോ ദേശത്തുടയോ ദേശത്തുടയോന്റെ എഴുന്നള്ളത്ത്. പേടി എന്തിന്? പേടി വന്നാലാണ് കുഴപ്പം. പേടി വന്നാലാണ് കുഴപ്പം. ഉടയോൻ എഴുന്നള്ളട്ടെ. ഒന്ന് കൂടിക്കൊണ്ട് പാട്ട് പരിശേ. ആ പിടിച്ചോ. പൊട്ടി പൊട്ടെ വെട്ടി വെട്ടി ഠോ 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 ചട്ടുചട്ട കട്ടുകട്ട അകമ്പടി ധീര ശൂര വീര പ്രവര നാടുവാഴി ദേശത്തുടയോ. ഇറ്റടടിന ഢീം ഡീകിണ കൃത 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 ഢീം ഡീകിണ ഇറ്റടടിന ഢീം ഡീകിണ കൃത 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 ഢീം ഡീകിണ. എതിരേറ്റത്? കൂട്ടത്തിൽ ഒത്തുകൂടി നിൽക്കാൻ നോക്കുവോ? ഇവിടെ എഴുന്നള്ളത്തിന്റെ കാര്യം വിളിച്ചു വന്നത് കേട്ടില്ലേ? അതുള്ളതെന്ന് ആര് തിരിച്ചു? പിന്നെ ഏതാണ്ട് ആലോചിച്ച് നിന്നും പോയി. അതിനിടയ്ക്ക് പൊട്ടി പൊട്ടെ വെട്ടി വെട്ടി ഠോ ഠോ ഠോ. പറഞ്ഞ പോലെ ആരാ വന്നത്? ചത്തോരു വല്ലവരും ആണോ? ആളെ അവര് പകരം വീട്ടിക്കോട്ടെ. കത്തി വേണ്ട, ഇവിടെ വെച്ചേക്കാം.
അതുകൊണ്ട് തന്നെയാണ് നാം നേരിൽ പോരാമെന്ന് ഉറച്ചത്. കാര്യം അത്രമേൽ ഗൗരവമുള്ളതാണ്. എന്താ പേര്? എന്താ പേര്? ആട്ടുപണ്ടാരം. എന്താ തൊഴില്? എന്താ തൊഴില്? ആട്ടുപണ്ടാരം. എത്ര വയസ്സ്? എത്ര വയസ്സ്? അതെ, വാലടിക്കാവിലെ നീലാണ്ട് നാന പിണങ്ങി ആശാരിയെ കൊന്നിട്ട് എത്രയായി കൊല്ലം? ആ ചോദ്യം പ്രത്യേകം അടിവരയിട്ട് കുറിച്ചോളണം. കുറിച്ചോളാമേ. ആട്ടപ്പണ്ടാരം, ഈ സംഭവത്തെ പറ്റി എന്തെങ്കിലും അറിയാമോ? എന്തെങ്കിലും അറിയാമോ? ആടി വേണേൽ കാണിക്കാം. ആട്ടപ്പണ്ടാര ഭാഷ അതല്ലേ. കുറിച്ചെടുക്കാമല്ലോ. കുറിച്ചെടുക്കാമേ. എങ്കിൽ വെക്കമാടി കാണിക്കണം. പാട്ടുപരിശ് ഒന്ന് കൂടിക്കോണേ, നമ്മുടെ എല്ലാം മാനം രക്ഷിക്കാനാ. എന്നാ പിടിച്ചോ. മതി മതി, പ്രതീക്ഷിച്ചതിലേറെ ഭംഗിയായി ആ ഭാഗം കണ്ടു. അടുത്തയാൾ. എന്താ പേര്? എന്താ പേര്? വട്ടിപ്പണം. വട്ടിപ്പണം. എന്താ ജാതി? എന്താ ജാതി? വട്ടിപ്പണം. എന്താ തൊഴില്? എന്താ തൊഴില്? വട്ടിപ്പണം. എത്ര വയസ്സ്? എത്ര വയസ്സ്? വട്ടിപ്പണക്കാരന്റെ. ആട്ടെ, വട്ടിപ്പണക്കാരൻ ഈ സംഭവത്തെ പറ്റി വല്ലതും അറിയാമോ? അറിയാമോ? എന്നോട് ഇങ്ങനെ ചോദിച്ചാലോ എങ്ങനെ ഞാൻ തന്നെ പറയും? ഞാൻ ആരാന്നാ നിരീച്ചേ? ഞാൻ കട്ടിക്കാരൻ പയൽ വട്ടിപ്പണക്കാരൻ, നാട്ടിലെ മൂർഖന്റെ പച്ചശവം. കുറ്റം തെളിക്കാൻ വന്നോരുടയോനെ കുറ്റമേറ്റു ചൊല്ലുന്നേൻ ഇരട്ട കണ്ണൻ. കുറ്റമാരു ചെയ്താലും ശിക്ഷയുണ്ടേ പക്കി. കുറ്റമെന്തെന്നറിഞ്ഞാൽ നീ നടുങ്ങി വീഴും. എന്ത് നടുങ്ങി വീഴാൻ? അത് തീരുമാനിക്കാം. പക്കി ഒഴികെയുള്ളവരെല്ലാം മാറി നിൽക്കട്ടെ. പക്കിയെ രഹസ്യ വിചാരണ ചെയ്യാൻ സമയമായി. പക്കിയെ രഹസ്യ വിചാരണ ചെയ്യാൻ സമയമായി. ഈ പാവപ്പെട്ടവർ എന്തിനു മാറി നിൽക്കണം? അവരുടെ നിൽപ്പ് നമ്മുടെ ഗൗരവത്തിന് തീരെ നിരക്കുന്നില്ല. ഒന്നുമറിയാത്ത താണതരം തസ്കര സാധാരണന്മാരാണവർ. അവർ ഇവിടെ നിന്നും മാറി തന്നെ ഒക്കൂ. നിങ്ങൾ തൽക്കാലം ഒന്ന് മാറി നിന്ന് തരാം. ഞങ്ങൾ മട്ടത്തിന് കൂടിത്തരാം. പാട്ടുകാർക്കും പോകാം. ഞങ്ങൾ കൂടിത്തരണ്ടേ? എന്ത് കൂടിത്തരാൻ? അതോ, ഞങ്ങൾ പോയാൽ പക്കി കുടുങ്ങും. 3 തരം. അതെങ്ങനെ? അതോ, ഇവനല്ലോ തടി പോലെ നിൽക്കുന്നുണ്ടിവിടെ വട്ടിപ്പണക്കാരന്റെ പച്ചശവം. അപ്പോൾ വട്ടിപ്പണക്കാരൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. രഹസ്യ വിചാരണയിൽ ഈ സത്യം കൂടി കണക്കിലെടുക്കാം.
ശരി, നിങ്ങൾക്ക് പോകാം. പക്കി, എടോ പക്കി, പക്കി, എടോ പക്കി, ഇരട്ടക്കണ്ണൻ പക്കി. താൻ ഇരട്ടക്കണ്ണനാകും മുമ്പേ തന്നെ ഞാൻ അറിയും. ഉടയോനെ, ദേശത്തുടയോനെ, താൻ ദേശത്തെ കാരായ്മ ഏൽക്കും മുമ്പേ തന്നെ ഞാൻ അറിയും. വാഴക്കൊലപാതകയായി താൻ നടന്നില്ലേടോ? ഞാൻ കണ്ട വാഴക്കൊലയിൽ നിന്നും താൻ പഴമുരിഞ്ഞ് തിന്നില്ലേടോ? തമ്മിൽ തല്ലി കഴിച്ചു വളർന്നവരല്ലേ നാം. അപ്പോഴേ പാട്ടുണ്ടേ ഞങ്ങൾ വന്നിട്ട് മതിയേ, ഒന്ന് കൂടിത്തരാമായിരുന്നു. ആടിക്കാണിക്കാൻ ആട്ടക്കാര് കൂടെ ഉള്ളതാ നല്ലത്. ഇവിടെ പാട്ടും കൂത്തും ഒന്നും വേണ്ട. വളരെ ഗൗരവമുള്ള രഹസ്യ വിചാരണയാണ് ഇവിടെ നടക്കുന്നത്. ഈ തക്കം നോക്കി താണതരം തസ്കര സാധാരണന്മാര് നിങ്ങൾ ഓടി ഒളിക്കാൻ ഒരവസരം തന്നിരിക്കുന്നു. ഓടി കളിക്കാൻ ഒരവസരം തന്നിരിക്കുന്നു. ഓടി കളിക്കാൻ ഒരവസരം തന്നിരിക്കുന്നു. തനിക്കിപ്പോൾ മരണക്കഴുകന്റെ മുഖച്ഛായയുണ്ട്. തന്റെ പൂങ്കത്തിക്ക് മരണക്കഴുകന്റെ നഖവടിവുണ്ട്. തന്റെ ശ്വാസത്തിൽ ശവഗന്ധം വമിക്കുന്നു. കുറ്റമേറ്റു പറഞ്ഞില്ലേ, പിന്നെയും എന്തിനു കുറ്റപ്പെടുത്തുന്നു? വട്ടിപ്പണക്കാരനെ തട്ടിയ ചോരക്കറ ഈ പൂങ്കത്തിയിൽ നിന്നും കഴുകി കളഞ്ഞേക്കാം. കഴുകിയാൽ പോകുന്ന കറയല്ലത്. നിന്റെ പൂങ്കത്തിക്കിനിയും ചോര കുടിക്കണം. അതിന്റെ ദാഹം തീരാത്തതാണ്. പൂങ്കത്തിയുടെ ദാഹത്തേക്കാൾ നിനക്കൊണ്ടു ദാഹം. നീ ഇപ്പോഴും മറ്റൊരു ശവത്തിന്റെ മുകളിലല്ലേ നിലയുറപ്പിച്ചിരിക്കുന്നത്? അത് വട്ടിപ്പണക്കാരന്റെ ശവമല്ല. ഒരു പ്രേമകഥയിൽ സ്വപ്നം കണ്ടൊഴുകിയ നിരപരാധിയുടെ ചോരയാണ് നിന്റെ പൂങ്കത്തിയിൽ പുരണ്ടത്. പിന്നെ എന്തിനു നീ ആ പൂങ്കത്തി കഴുകാൻ പോകുന്നു? അതാ പക്കിയുടെ സ്വന്തം രക്തം ത്രസിച്ചു നിൽക്കുന്നു. ചിത്തിരപ്പെണ്ണല്ലേ വരുന്നത്? ആരുമില്ലേ? ആരുമില്ലേ എന്റെ പരാതി കേൾക്കാൻ? ആരോടും ഞാൻ എന്റെ താപം അറിയിക്കും. പക്കിമകൾ ചിത്തിരപ്പെണ്ണെ, പരാതി തുറന്നു ബോധിപ്പിക്കും. നാട്ടുടയോനാം നമ്മുടെ ജീവനിൽ ആരും ഇതേവരെ വെച്ചില്ല പൂങ്കത്തി. അതിനും ഓങ്ങി നിൽക്കുന്നവരുണ്ടാവാം.
ചോരക്കത്തിയാൽ ഉയരെടുത്ത എന്റെ വടിവേലവനെ തിരിച്ചു തരണം. എന്റെ സ്വപ്നങ്ങൾ തൻ കഴുത്തറുത്ത ഈ പൊങ്കത്തി കൊണ്ട് തന്നെ കൊലയ്ക്കു കൊല, ചോരയ്ക്കു ചോര, തീനാമ്പുകൾ നീട്ടി പടർന്നു കയറും എന്റെ പ്രതികാരച്ചിതയിൽ ഒരു നാടും നാട്ടാരും നാട്ടുടയോനും ഒരു പിടി ചാമ്പൽ. അടങ്ങു പെണ്ണെ, അടങ്കലമൊരു നാടിന് നിൻ ശാപത്തിയിലെരിക്കരുതേ. മറ്റൊരു കൊലയുടെ ചോരയും ഇറ്റു നിൽപ്പൂ പക്കി നിന്റെ പൂങ്കത്തിയിൽ. എല്ലാ ചോരയുടെയും ചുമതലയേൽക്കുന്നു ഞാൻ. എന്റെ പൂങ്കത്തികൾക്കെല്ലാം വേണ്ടി. ആരവിടെ? പോയവരെല്ലാം തിരികെ വരട്ടെ. പോയവരെല്ലാം തിരികെ വരട്ടെ. പോയവരെല്ലാം തിരികെ വരട്ടെ. ഏവരും കേൾക്കും, ഏവരും സാക്ഷി നിൽക്കും. കന്നിപ്പെണ്ണിന്റെ കണ്ണീർ തീയിൽ നിന്ന് നാടിനെ രക്ഷിപ്പാൻ പക്കയ്ക്കു നാമിതാ വിധിപ്പു ചോര പൂങ്കത്തി. വിധിപ്പൂ ചോരപ്പൂങ്കത്തി. പക്കീത കഴുത്തു നീട്ടുന്നു. അതിനു മുമ്പ് ഒരു ചോദ്യം, ഒരേ ഒരു ചോദ്യം. അവസാനത്തെ ആഗ്രഹമല്ലേ, സാധിച്ചു തരാം. എനിക്ക് ദണ്ഡനമേകാൻ ഉടയോൻ എന്തവകാശം? എനിക്ക് അവകാശമില്ല, എനിക്കല്ലാതെ ആർക്കുമില്ല. എങ്കിൽ വാലടിക്കാവിലെ ഉത്സവം കൂടാൻ ഞങ്ങളെ ഒന്ന് നയിക്കാമോ? നിസ്സാരം, ഏവരും എൻ കാലടികളെ പിന്തുടരുവിൻ. പട്ടുപരിഷേ ഒന്ന് കൂടിക്കോണേ. എന്നാ പിടിച്ചോ. കൊന്നകറ തിന്നകറ, എന്റെ കറ നിന്റെ കറ നമ്മകറ, വീട്ടുകറ നാട്ടുകറ,
ചിത്തിനെ നിന്റെ സങ്കടം നിത്യവും നിൽക്കുന്ന സങ്കടമോ? ഉത്സാഹത്തോടെ നീ ഞങ്ങളോടൊത്ത് ഉത്സവം കാണാൻ വരുന്നില്ലേ? അശകോശലേ പെണ്ണുണ്ട് തീര പെണ്ണുണ്ട് അശകോശലേ പെണ്ണുണ്ട് തീര പെണ്ണുണ്ട് പെണ്ണുണ്ട് താമരയാളം പെണ്ണുണ്ട് പെണ്ണുണ്ട് താമരയാളം പെണ്ണുണ്ട് അശകോശലേ ആനുണ്ട് അഴകൊരമ്പനുണ്ട് അശകോശലേ ആനുണ്ട് അഴകൊരമ്പനുണ്ട് ആറ്റുനോറ്റോരാനുണ്ട് അള്ളിമലരമ്പനുണ്ട് ആറ്റുനോറ്റോരാനുണ്ട് അള്ളിമലരമ്പനുണ്ട് അശകോശലേ മണവാട്ടി ചിത്തിരത്തമ്മേ അശകോശലേ മണവാട്ടി ചിത്തിരത്തമ്മേ മണിമാരന്റെ കയ്യും കോർത്തു കാലടി കാവിൽ പോകണ്ടേ മണിമാരന്റെ കയ്യും കോർത്തു കാലടി കാവിൽ പോകണ്ടേ കടമ്പ കയറി ഇറങ്ങി വാലടിക്കാവിലെ ഉത്സവം കൂടാൻ തിങ്ങണേകദണ്ഡം കിടതിക തക്കന്തി മിക്കൈ കൃതകതാം തിമിക്ക തിമിക്കതാം കൃതക തക്കിട്ട തിമിക്ക തിമിക്കതാം കൃതകതാം തിമിക്ക തക്കിട്ട തിമിക്ക തക്കിട്ട കിട്ട തക്കിട്ട കിട്ട തക്കിട്ടൈ കൃതകതാം തിമിക്ക തിമിക്കതാം കൃതക തക്കിട്ട തിമിക്ക
ദിമിക്കത കിടതിക താം തിമിക്ക തകിട ദിമിക്ക തകിട ദിക്കിട തകിട കിട തകിടൈ കൃതികതി തിത്തൈ മൃതത്തൈ ദിത്തൈ മൃതൈ തിത്തൈ മൃതത്തൈ കൃതികതി തിത്തൈ മൃതത്തൈ തിത്തൈ മൃതൈ